നമ്മുടെ നാട്ടിൽ കരൾ അർബുദ രോഗികളുടെ എണ്ണം വളരെയധികം കൂടുന്നതായിട്ട് ഈ അടുത്ത കാലത്ത് ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ കൃത്യമായ കാരണമെന്ന് വ്യക്തമല്ല എങ്കിലും നമുക്കറിയാവുന്ന പോലെ മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റി ലിവർ ഡിസീസ്, ഫാറ്റി ലിവറിൻ്റെ അതിപ്രസരം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ മദ്യപാനം മൂലമുള്ള സിറോസിസ് രോഗികളുടെ എണ്ണത്തിലും വല്ലാത്ത വർധനമാണ് കാണുന്നത്. സിറോസിസ് രോഗികൾക്ക് ലിവറിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും സിറോസിസ് രോഗികൾക്ക് അതിൻ്റെ ഒരു സിംറ്റംസും ഉണ്ടാവില്ല. അവർ രോഗം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അർബുദവുമായിട്ട് കണ്ടുപിടിക്കുന്നത് കാണാറുണ്ട്. ഇനി സിറോസിസ് രോഗികൾ തന്നെ അവർ ഫോളോ അപ്പിലിരിക്കുമ്പോൾ അവരുടെ പരിശോധനയിലും അർബുദ രോഗം കണ്ടുപിടിക്കാറുണ്ട്. ഒരു പ്രോബ്ലം ഞങ്ങൾ കാണുന്ന പലപ്പോഴും രോഗം കണ്ടുപിടിക്കുമ്പോൾ ഏറെ വൈകിട്ടാണ് ഈ അർബുദ രോഗം കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സ വളരെ പരിമിതമാണ്. ഒരു അർബുദ രോഗി, കരൾ അർബുദ രോഗി വരുമ്പോൾ എങ്ങനെയാണ് ചികിത്സ ഞങ്ങൾ തീരുമാനിക്കുന്നതെന്നുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും നമ്മൾ നോക്കുക 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സിറോസിസിൻ്റെ അവസ്ഥ എന്താണ്. 2, അർബുദത്തിൻ്റെ അവസ്ഥ എന്താണ്. സിറോസിസിന് ABC എന്ന 3 ഘട്ടങ്ങളാണ് ഞങ്ങൾ പറയുക. അതിൽ A സൂചിപ്പിക്കുന്നത് സിറോസിസ് ഉണ്ടെങ്കിലും രോഗിയുടെ കരളിൻ്റെ ആരോഗ്യം താരതമ്യേന കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. C എന്ന് പറഞ്ഞാൽ ഈ രോഗിയുടെ സിറോസിസ് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. A രോഗികൾക്ക് ചികിത്സ കൊടുക്കുന്നതിന് തടസ്സമില്ല, C രോഗികൾക്ക് ചികിത്സ കൊടുക്കാൻ പാടില്ല. എന്നാൽ B രോഗികൾക്ക് നമ്മൾ ആലോചിച്ചേ കൊടുക്കാവുള്ളൂ. കാരണം ചിലപ്പോൾ ചികിത്സയിലൂടെയോ മറ്റോ ചിലപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ ബിയിലേക്ക് മാറാനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആലോചിച്ച് വേണം അങ്ങനത്തെ രോഗികൾക്ക് ചികിത്സ കൊടുക്കാനെന്ന് പറയാം. ഇനി ഇതോടൊപ്പം തന്നെ അർബുദ രോഗത്തിൻ്റെ സ്റ്റേജും ABCD എന്ന് തരംതിരിച്ചിട്ടുണ്ട്. A എന്ന് പറയുന്നത് ചെറിയ ട്യൂമേഴ്സ്, B എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ട്യൂമേഴ്സ്. സിംഗിൾ ട്യൂമറാണ് A എങ്കിൽ B എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ട്യൂമർ. C എന്ന് പറയുന്നത് ലിവറിനുള്ളിലെ രക്തക്കുഴലിലേക്ക് ട്യൂമർ കയറി പിടിക്കുന്ന ഒരവസ്ഥയാണ്. D എന്ന് പറയുന്ന രോഗിയുടെ അവസ്ഥ ട്യൂമർ കാരണം വളരെ മോശപ്പെട്ട അവസ്ഥയിലെത്തിയെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ D രോഗികൾക്ക് ചികിത്സ പാടില്ല. A രോഗികൾക്ക് കരിയിച്ച് കളയുന്ന ട്രീറ്റ്മെൻറ്റാണ്. അതിന് മൈക്രോവേവ് അബ്ലേഷനോ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനോ SBRT റേഡിയേഷൻ ടെക്നിക്കോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. B രോഗികൾക്ക് ചിലപ്പോൾ ഈ മേൽപ്പറഞ്ഞ ചികിത്സാ രീതികൾ തന്നെയോ അല്ലെങ്കിൽ ടേസ് എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെൻറ്റോ കൊടുക്കാറുണ്ട്. C രോഗികൾക്ക് പ്രധാനമായിട്ടും റേഡിയേഷനും അതോടൊപ്പം തന്നെ ഇക്കാലത്ത് ഇമ്മ്യൂണോതെറാപ്പി ചികിത്സയൊക്കെയാണ് കൊടുക്കുക, അല്ലെങ്കിൽ ടാർഗറ്റഡ് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ C രോഗികൾ എന്ന് പറയുന്നത് കുറച്ച് വൈകി എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. D രോഗികൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചികിത്സ കൊടുക്കാറില്ല. Aയിലും Bയിലും വരുന്ന രോഗികൾക്ക് ആദ്യത്തെ ചികിത്സയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ആദ്യം തന്നെയോ കരൾ മാറ്റിവെക്കലോ ഒക്കെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. കരൾ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ മൂലമോ രോഗം നീക്കം ചെയ്യാനൊക്കെ സാധിക്കുന്ന ചില രോഗികൾക്ക് മാത്രമേ രോഗം പൂർണ്ണമായിട്ടും ഭേദപ്പെടാനുള്ള സാധ്യതയുള്ളൂ. കരൾ രോഗികളുടെ എണ്ണം വല്ലാണ്ട് കൂടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. എല്ലാവരും കരളിൻ്റെ ആരോഗ്യത്തിനായിട്ട് ഒരു ശ്രദ്ധ കൊടുക്കണമെന്ന് ഞങ്ങൾ പറയാറുണ്ട്. അത് പ്രത്യേകിച്ചും ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളും ഫാറ്റി ലിവറൊക്കെ നമ്മുടെ ലോകത്ത് വളരെ കൂടി വരുന്നതിന് മറ്റ് കാരണങ്ങളൊന്നും തേടി പോകേണ്ട കാര്യമില്ല. ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ അതിൽ വേണ്ട മോഡിഫിക്കേഷൻസ് വരുത്തി കരളിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടത് ഭാവിയിൽ കരളിൻ്റെ അർബുദം ഇക്കാലത്ത് ഇത്രയും കൂടുതലായി കണ്ടുവരുന്ന ഈ രോഗത്തെ തടയാൻ നമ്മളുടെ ജീവിതശൈലിയിൽ നമ്മൾ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. നന്ദി.